हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवन प्रिയേഷൻ की जय ഓം ശ്രീ മാത്രേ നമഃ. എപ്പോഴെപ്പോഴും പറഞ്ഞ് ഇതിപ്പോൾ ഒരു പാട്ട് പോലെ വരും. ആദ്യമായിട്ട് ലൈവ് കാണുന്നവർ വിചാരിക്കും എന്താ ഇവർ പറയുന്നത് എന്നങ്ങനെ ചിന്തിക്കും. സാരല്ല. ഹരേ കൃഷ്ണ. ലൈവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കരുതി കാണും ഒന്നെങ്കിൽ ക്ലാസ് അല്ലെങ്കിൽ അന്നദാനം ഡിസ്ട്രിബ്യൂഷൻ. ഒന്നുമല്ല കേട്ടോ, അന്നദാനം പാക്കിംഗ് ആണ്. ഹരേ കൃഷ്ണ. കണ്ടോ 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 ഇവിടെ കുന്നു കൂട്ടി വെച്ചത് കണ്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ബിസ്ക്കറ്റും വെള്ളവും പഴവും അല്ലേ. ബിസ്ക്കറ്റ്, വെള്ളം, പൂവമ്പഴം, ബാക്കിയൊക്കെ കണ്ടോ കണ്ടോ. ഉണ്ണിയപ്പം, സമൂസ. ചിഞ്ചു മാതാജി ഹരേ കൃഷ്ണ. ശാന്ത മാതാജി ഹരേ കൃഷ്ണ. ശാന്ത മാതാജി ഇങ്ങോട്ടേക്ക് പുറത്ത് വരുന്നില്ല, സമൂസയുടെ അടുത്തായിട്ടാ. ഹരേ കൃഷ്ണ. അയ്യോ, ഞാനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കിൽ ഇവരെന്നെ എനിക്ക് തന്ന ജോലി കണ്ടോ. ഇവരൊക്കെ നല്ല നല്ല പണിയെടുത്തിട്ട് കണ്ടോ എന്നെ ഈ വെള്ളത്തിൽ കൊണ്ടിട്ടിരിക്കുക. കണ്ടില്ലേ, എന്തോ ഇതുപോലൊരു വെട്ടുകത്തിയും വെച്ചുകൊണ്ട് എന്നെ ഇരുത്തിയത് കണ്ടില്ലേ ഇവര്. ആഹാ, പിന്നെ ഇതേ ഒരു റെഡിമെയ്ഡ് മനുഷ്യൻ. ഈ മനുഷ്യന് ഒരു കുഴപ്പമില്ല. കണ്ടോ, കാണുമ്പോൾ തന്നെ സന്തോഷം. എൻ്റെ പൊന്ന് കണ്ണ ഇങ്ങോട്ട് വാ. സംഗീതല്ലേ, സംഗീതേ കാണുമ്പോൾ സന്തോഷം. അടുത്ത ഞങ്ങൾ പൊക്കാൻ പോണ സംഗീതനെയാ. അയ്യോ, എന്നെ ഈ നോക്കിക്കേ, എനിക്ക് ചുറ്റും ഭക്ഷണമൊക്കെ ഇട്ട് ഇത് നോക്കിക്കേ, ഈ കൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുക. പക്ഷേ കിച്ചൂട്ടൻ്റെ താഴെയാ. ഇവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും അവിടുന്ന് എഴുന്നേൽക്കാം. ഞാനിവിടെ ലോക്കാ. എങ്ങനെയുണ്ട് നമ്മുടെ അന്നദാനം പാക്കിംഗ് ചിഞ്ചു മാതാജി? അയ്യോ, ചിരിച്ചൊരു വഴിയായി. അതെ, സത്യം. ഇന്ന് എല്ലാവർക്കും ഫുഡുണ്ട്. ഇന്ന് ഒത്തിരി ഫുഡുണ്ട്. കണ്ടോ, ഒരെണ്ണം പാക്ക് ചെയ്തത് ഇങ്ങെടുത്തെ ബോക്സ് എടുത്ത വിനേട്ടാ. കണ്ടോ കണ്ടോ കണ്ടോ, ഫ്രൂട്ട്സ് കണ്ടോ. ഹരേ കൃഷ്ണ. കണ്ടോ, നല്ല വെൽ പാക്കിങ്ങാ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവില് നനച്ചത്, ഉണ്ണിയപ്പം, അവില്, കൽക്കണ്ടം, പിന്നെന്തായിരുന്നു അതിൽ, പൊട്ടുകടല, സമൂസ, ഉണ്ണിയപ്പം, പിന്നെ എല്ലാ ഫ്രൂട്ട്സും പാക്കിങ്ങിന് വരട്ടേന്നോ. എൻ്റെ പൊന്ന് GST ഇങ്ങ് ഓടിപ്പോരെ. അതെ അതെ, ഇതിൽ പഴം, പൂവമ്പഴം, പിന്നെന്തായിരുന്നു, ബിസ്ക്കറ്റ്, വെള്ളം ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇതൊക്കെ ആദ്യമേ ആക്കി. നീ കുറച്ചു നേരം ലൈവ് വിനാട്ടം പിടിച്ചോളൂ, ഞാൻ പറയാം. ഇവരെന്നെ ഇവിടെ ഈ തണ്ണിമത്തം വെട്ടാനിട്ടിരിക്കുക. പാവം, ഇവിടെ ഫുള്ളാ. ഹരേ കൃഷ്ണ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ. ഞാനിപ്പോൾ കഥ പറയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് വെട്ടിത്തീരില്ല. അതുകൊണ്ടാ, വേറെ ഒന്നല്ല. ഇന്ന് നമ്മൾ വെറൈറ്റി ഫുഡാണ് കൊടുക്കണേ. ഇന്ന് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കഴിക്കും. എന്തെങ്കിലുമൊക്കെ സീക്രട്ട് നമ്മളിതിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവും അവർക്കറിയാം അല്ലേ. നമ്മുടെ സ്നേഹപ്പൊതിയിൽ എന്തെങ്കിലുമൊക്കെ സീക്രട്ട് ഉണ്ടാവും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടേസ്റ്റി ഫുഡ് കൊടുക്കുന്നത്. കാശുള്ളവർ മാത്രം രാത്രി ഫ്രൂട്ട്സ് കഴിച്ചാൽ പോരല്ലോ അല്ലേ. തെരുവിലുള്ളവരും കഴിക്കണ്ടേ, അവർ മനുഷ്യരല്ലേ, അവർക്കും കഴിക്കണ്ടേ. അല്ലാതെ ഞാൻ വെട്ടിത്തരാം, പാത്രത്തിൽ കൊള്ളില്ല. അതുകൊണ്ട് നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കണം എന്നുള്ള ഒരിതാണ് നമുക്ക്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കുക്കിങ്ങിന് കുറച്ച് പ്രയാസം. അപ്പോൾ സമൂസയും ഉണ്ണിയപ്പവും കുക്ക് ചെയ്തു കാണിച്ചു കൊടുത്തേ. സമൂസ, ഉണ്ണിയപ്പം. അയ്യോ, ലൈവ് വന്നപ്പോ ഇവരൊക്കെ എന്തൊരു സൈലന്റാ നോക്കിക്കേ. ദൈവമേ, ഇത്രയും നേരം ഇവിടെ എന്തായിരുന്നു. എന്തൊരു നല്ല പിള്ളേരാ.
തണ്ണിമത്തന തണ്ണിമത്തൻ ഈ ജോലി എനിക്ക് തന്നത്. ഓ ഉണ്ട്. നല്ല ജോലിയൊക്കെ ഇവരെടുത്തിട്ട് എനിക്ക് ഇതുപോലത്തെ പണിക്കറിയാം. പാവം ഞാൻ. പൈനാപ്പിളൊക്കെ ഞാനാട്ടോ മുറിച്ചത്. അതെ, പൈനാപ്പിളിലും തൊലി കേട്ടോ എനിക്ക് പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് മെസ്സേജ് നോക്കി. പിന്നെ അവരെന്നെ ഒന്നും പറയില്ലല്ലോ. പൈനാപ്പിളിന്റെ തൊലിയൊക്കെ അവരാ പറ്റും അല്ലേ മാതാജി? എത്ര കഷ്ടപ്പാടുള്ള പണിയാന്നറിയോ തണ്ണിമത്തം വെട്ടല്. ആകാശമൊക്കെ കണ്ടിട്ട്. ഹരേ കൃഷ്ണ. അയ്യോ നാരായണ. നമ്മുടെ ലൈഫ് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. ഇവരിത് ഭാഗവതവും നാരായണിയും പറഞ്ഞ് എപ്പം നോക്കിയാലും തീറ്റയും കുടിക്കാണല്ലോ. അതെ, പക്ഷെ ഞങ്ങളെല്ലാട്ടും തിന്നണേ. തെരുവിലുള്ള പാവങ്ങളാ ഞങ്ങളെ. മഞ്ജരീസ് ഫാമിലി തെരുവിൽ കൊടുക്കുന്ന ഭക്ഷണം ഇതൊക്കെ. കോസ്റ്റ്ലി 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 ടേസ്റ്റി ഫുഡ്. പിന്നെ സപ്പോർട്ട പഴുപ്പോയി. കണ്ടോ കണ്ടോ. ആരെങ്കിലൊക്കെ ഇനിയും 2-3 പേരുണ്ടായിരുന്നെങ്കിൽ എത്ര രസമായിരുന്നു അല്ലേ? ഫാസ്റ്റ് ആയിട്ട് പോകാലോ. മഞ്ചരീസിലുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എത്ര എളുപ്പത്തിന് പണി കഴിയും. ഇന്ന് 251 പേരുടെ ഫുഡാണ് നമ്മൾ കൊടുക്കണം. നല്ല കത്തീന്ന് പ്രസന്നാമ. ഈ കത്തിയല്ലേ? ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ മുറിക്കാനും കട്ടിയാനൊക്കെ മേടിച്ചു വെച്ചതാ. ഇവർ രണ്ടുപേരും പാവമെന്ന് വിചാരിക്കണ്ടേ. ഇവർ ഭയങ്കര തമാശയായിരുന്നു ഇത്രയും നേരം ഇവിടെ രണ്ടും കൂടെ. എൻ്റെ ദൈവമേ, ഞാനൊരു ഇച്ചിരി 5 മിനിറ്റ് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവരുടെ ചിരി അട്ടഹാസം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞാനിങ്ങനെ ഇവിടെയൊക്കെ ഇരുന്നു. പ്രേതകഥകള്. ഹരേ കൃഷ്ണ. ഇഷ്ടായോ? നമ്മുടെ ഏതോ ഒരു സിനിമയില് ഫഹദ് ഫാസിലിനോട് എന്തോ അവളെ പേര്, അയ്യോ, ഡയമണ്ട് നെക്ലേസിൽ എന്താ അതിൻ്റെ പേര്? ആ പെണ്ണിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ആ ആർട്ടിസ്റ്റിൻ്റെ പേരെന്തായിരുന്നു? ഓ, ചോദിക്കുന്നുണ്ട് അരുണേട്ടാ സന്തോഷമായോ? അനുശ്രീ. അതുപോലെ ഇഷ്ടായോ? സത്യം, ഭഗവാന്റെ അനുഗ്രഹം തന്നെ. ഇത്രയും പാവങ്ങൾക്ക് നമുക്ക് ഫുഡൊക്കെ പാക്ക് ചെയ്ത് നല്ല ടേസ്റ്റി ഫുഡൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഓരോ ദിവസം വെറൈറ്റി ഫുഡൊക്കെ കൊടുത്ത് അല്ലേ? നല്ല ടേസ്റ്റി ഫുഡാണ്. കാരണം സമൂസയൊക്കെ വരുമ്പോൾ ഞങ്ങളൊന്ന് രുചി നോക്കാറുണ്ട്. ഒരെണ്ണം രുചി നോക്കും, രുചിയുണ്ട്. അത്ര ടേസ്റ്റ് ചെറിയ സമൂസ. വിനോദേട്ടൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സമൂസയിലെ ടേസ്റ്റ് അറിയില്ല. അങ്ങനെ അനുശ്രീ. അതന്നെ, അതേ സുധാമ പറയണു അനുശ്രീന്ന്. നമുക്ക് കിട്ടിയില്ല. എത്ര എണ്ണായത്? 33. ഓക്കെ, ഡൺ. അപ്പോൾ പുറത്തേക്ക് എടുത്തവനെ. ഗുരുതിക്ക് സമയമായി. അങ്ങനെ നമ്മുടെ 33 എണ്ണം ബോക്സ് ഫില്ലായി. പുറത്തേക്ക് എടുക്കണോ? ഇനി നമുക്ക് അടുത്ത ബോക്സ് ഉടനെ ഫില്ലാവും. ദേ വിനോദേട്ടൻ ഡോർ ഓർന്നിട്ട് AC പുറത്തു പോകണം. എത്ര പേർക്ക് വരാൻ തോന്നണം? കണ്ടോ ഇതൊക്കെ ആപ്പിള്, സപ്പോട്ട, മുന്തിരി, പൈനാപ്പിൾ, പപ്പായ, പേരയ്ക്ക, തണ്ണിമത്തൻ.
ചേച്ചി മേടിച്ചാൽ മതിയായിരുന്നു. കണ്ടോ? എനിക്ക് അറിയില്ല നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ പാക്കിംഗ്? ഇഷ്ടമായോ? ആ സൂപ്പർ അനിൽകുമാരി മാതാജി, തീർച്ചയായിട്ടും ഓടി വരൂ. സാരല്ലേ, സംഗീതമൊന്നും കുഴപ്പമൊന്നുമില്ല. എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ അത് പൂർത്തിയാക്കി തരും. ഇനിയും തണ്ണിമത്തം കട്ട് ചെയ്യാൻ കിടക്കണോ, എനിക്ക് വയ്യ കട്ട് ചെയ്യാൻ. അയ്യോ, പേരയ്ക്ക ഇനിയും കട്ട് ചെയ്യാൻ കിടക്കുന്നു, ആപ്പിൾ ഇനിയും കട്ട് ചെയ്യാൻ കിടക്കണോ, പപ്പായ ഇനി എടുത്തു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാൻ. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യണപ്പാ. കണ്ടോ? സൂപ്പർ. ഇനി എത്ര അന്നദാനം വേണമെന്നൊക്കെ ഞാൻ നോക്കട്ടെ. 251 ആയോ നോക്കട്ടെ. യെസ്, വരാൻ തോന്നുന്നു. ഓൾവേസ് വെൽക്കം. അതെ, നല്ല പാക്കിംഗ് ആണ്, വെൽ പാക്കിംഗ് ആണ്, നല്ല ക്വാളിറ്റി പാക്കിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ? എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് എൻ്റെ തണ്ണിമത്തനും കത്തിയായിട്ട് ഇരിക്കട്ടെ, അല്ലേ ഇവരെന്നെ ചീത്ത വിളിക്കും. കണ്ടോ? രാഹുൽ SY എടുത്തില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ എടുക്കും മാതാജി? കണ്ടോ? ഞാൻ വരട്ടെ കട്ട് ചെയ്യാൻ. ബട്ട് ഇൻ ഹൈദരാബാദ്. അച്ചോടാ പാവടേ. അന്യസംസ്ഥാന തൊഴിലാളികളായി നമ്മളെല്ലാം. ഒന്നും സാരില്ല, വളരെ സന്തോഷം. അതൊന്നും സാരില്ല. നമ്മളെല്ലാവരും കൂടെ ഒരു ദിവസം ഒത്തുകൂടുന്ന ദിവസം നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മൾ ഫുഡ് കൊടുക്കും. 3 നേരത്തെ ഫുഡ് നമ്മൾ പുറത്ത് കൊടുക്കും. ഓക്കെ, ഒക്കെ നടക്കും. ഓക്കെ, സോറി രാഹുൽ വിനി. ഇത്രയും പണിയുടെ ഇടയ്ക്ക് ഫോൺ എടുക്കാനിരുന്നാൽ അതേ പറ്റത്തുള്ളൂ കുഞ്ഞാ, അതുകൊണ്ടാണ്. ക്ഷമിക്കണം കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഇനി ഇതിലൊക്കെ ഫുഡ് കയറാനുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, എനിക്ക് ചുറ്റും ഭക്ഷണമാണ്. ഇപ്പോഴല്ല, കഴിയുന്നതും മഞ്ജരീസിലേക്ക് വിളിക്കേണ്ട, മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. വാട്സപ്പ് മെസ്സേജ് ഇട്ട് വെക്കുക എന്താണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവരൊക്കെ പണി തുടങ്ങി. ഇവരൊക്കെ 3:45 പണി കഴിയാറായി. ഞാനിപ്പോൾ വേഗം എന്ത് ചെയ്യട്ടെ, ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ അവർ കിടന്ന് ബഹളം വയ്ക്കും. കണ്ടോ, ഞാൻ തീർക്കട്ടെ എങ്കിൽ. താങ്ക് യു, ബൈ. ഓക്കെ മാതാജി, വരൂ. താങ്ക് യു അനിൽകുമാരി മാതാജി.